ഇതിന്റെ ഏറ്റവും ഇന്നത്തെ കേൾവിയെ തടസ്സപ്പെടുന്ന വില്ലൻ ആരാന്ന് വെച്ചാൽ ഈ സാധനമാണ്. ആർക്കാണെങ്കിലും അത് എനിക്കാണെങ്കിലും ഇപ്പോൾ എന്നോട് ഞാൻ ഈ വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ എന്നോടാണ് പറയുന്നത്. കാരണം വീട്ടിലെത്തിയാൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ, ചിലപ്പോൾ സംഘടനാപരമായ കാര്യങ്ങളുണ്ടാവും, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, പേഴ്സണലി ഇപ്പോൾ ഏതെങ്കിലും വല്ല പ്രോഗ്രാം ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും, അതിന് വേണ്ട പ്രിപ്പറേഷൻ, ഇതൊക്കെ നമ്മൾ ഫോണും ലാപ്പും ഇതൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ മക്കൾ വന്നിട്ട് ചോദിക്കും ഇവിടെ വന്നിട്ടും ഒരു ഒഴിവില്ലല്ലേ. നമ്മൾ അവരായിട്ട് ബോധപൂർവ്വം സമയം ഉണ്ടാക്കി അതിനൊക്കെ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും ഇതൊക്കെ നൽകിയാൽ പോലും കൊടുത്താൽ പോലും നമ്മൾ കേൾക്കുന്ന വാക്കാണ് ഞങ്ങളുടെ കൂടെ ഒരല്പം സമയം ചെലവഴിക്കാൻ ഇല്ലല്ലോ എന്നുള്ളതാണ്. അതിന് നമ്മൾ സമയം ചെലവഴിക്കുക. അപ്പോൾ ഏറ്റവും കേൾവിക്ക് തടസ്സമായത് മൊബൈൽ ഫോണുകളാണെന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് അവരവരുടെ കോർണറിലേക്ക് ഒതുങ്ങിക്കൂടി. എന്നാൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ ഒരു കോമൺ ടൈം നമ്മൾ എന്ത് ചെയ്യുക, നിശ്ചയിക്കുക അല്ലേ. ഒരു കോമൺ ടൈം എല്ലാവർക്കും പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കാനും വീട്ടിൽ ഒരുക്കുക, തയ്യാറാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ പറഞ്ഞല്ലോ ടീച്ചേഴ്സ് അല്ലേ, രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ ആ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ഫാമിലിയിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നം, അത് വേറൊരു പ്രശ്നമാണ്. ഇനി ഭർത്താവ് വീട്ടിൽ കാര്യങ്ങളും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഏർപ്പാടുണ്ടാവും, ഭാര്യ ജോലിക്ക് പോവുകയാണ്, അവർ വൈകുന്നേരമാണ് തിരിച്ച്, ആ വീട്ടിൽ ആ മക്കൾ അനുഭവിക്കുന്ന പ്രശ്നം വേറെ. അഥവാ സമൂഹത്തിൽ ഓരോ വീടുകളിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഒരുമിച്ചൊരു സമയവും ഒരുമിച്ചൊരു ഇടവും ഒരുമിച്ചൊരു പറയാനും കേൾക്കാനൊക്കെ ഉള്ള സമയം ഒരുക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കാൻ പറ്റുന്നതാണ്. അത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ഉത്തരവാദിത്തം ഇല്ല. ആ വീട്ടിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ളൊരു സമയം വരുമ്പോൾ കുട്ടികളാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ മടക്കറിയും. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം അല്ലേ, അതൊരു നല്ല വിലപ്പെട്ട സമയമാണ്, കേൾക്കാനുള്ള സമയം. അപ്പോൾ ആ സമയം എന്ത് ചെയ്യണം, കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ ഭക്ഷണ മേശൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്താണോ ഉള്ള സൗകര്യം ആ സൗകര്യത്തിൽ ഒരുമിച്ചിരിക്കണം അല്ലേ. അത് കഴിക്കുമ്പോൾ അത് ആസ്വദിക്കുകയും അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പലപ്പോഴും ഈ ഭക്ഷണ മര്യാദകൾ പോലും ഒരു പക്ഷേ അറിയാതെ പറയാതെ എന്തെങ്കിലും പറ്റും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കണ്ടും കൊടുത്തും അല്ലേ, അവിടെ ഉപ്പയും അവിടെ തർക്കിക്കാനുള്ള ഒരു വേദിയാക്കരുത് ഒരിക്കലും അല്ലേ. ഇങ്ങനെയുള്ള സമയം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഭക്ഷണം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, കുടുംബത്തിലെല്ലാവരും ഇതുപോലുള്ള സന്ദർഭം നമ്മൾ ഒരുക്കുമ്പോൾ അവിടെ പരസ്പരം വാഗ്വാദങ്ങൾ നടത്താനും ഞാൻ വിജയിക്കാൻ വേണ്ടി എൻ്റെ വാദങ്ങൾ ഞാൻ പറയാം, അത് ഒരിക്കലും ചെയ്യരുത്. അത് കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയം എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹമാണ് വളരേണ്ടത്, അവിടെ സന്തോഷമാണ് പങ്കിടേണ്ടത്, അവിടെ ചെറിയ ചെറിയ തമാശകളൊക്കെ വേണമെന്നുള്ള പറയുന്നത്. അവിടെ വാഗ്വാദങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തുള്ള പ്രശ്നം തരും. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ പറയാറുണ്ട് വിവാഹത്തിനോട് നോ പറയുന്നു, കല്യാണം വേണ്ട എന്ന് പറയുന്നു. പല മുതിർന്ന ആൾക്കാർ വിളിച്ചിട്ട് പറയാം, പക്ഷേ നിങ്ങളൊന്ന് പറയുമോ കല്യാണം നല്ല അന്വേഷണങ്ങൾ വരുന്ന ഷോള് വേണ്ടെന്നാണ് പറയണത്, അല്ലെങ്കിൽ അവൻ വേണ്ടെന്നാണ് പറയുന്നത്. രണ്ടുണ്ട്, ബോയ്സ് മാത്രം, ഗേൾസ് മാത്രം, ബോയ്സ് ഉണ്ട്. അവൻ വേണ്ടെന്ന് പറയുന്നത്. ചിലരെങ്കിലും ഒന്നും കൂടി പറയും പെൺകുട്ടി അവളിനി ആരെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ, അതൊന്ന് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്താലുണ്ടോ, നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയണില്ല. പലപ്പോഴും ചില കുട്ടികളോട് വളരെ ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റിമസി ഒക്കെ വെച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് സാറേ ഭ്രാന്തുണ്ടോ, ഞാൻ എങ്ങനെ അങ്ങനത്തെ ഒരു വിഡിത്തം ചെയ്യും. കല്യാണത്തിനോട് വേണ്ട നോ എന്ന് പറയാൻ എനിക്ക് വേണ്ടെന്ന് പറയാൻ കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ആയിട്ട് മതി. കാരണം എൻ്റെ വീട്ടിലത്തെ അവസ്ഥ എനിക്കറിയാലോ അല്ലേ. ഒറ്റ അടിക്ക് കുട്ടികൾ പറയുന്ന ഒരു മറുപടിയാണ്, എൻ്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാലോ. അപ്പോൾ എനിക്ക് സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിലേക്ക് എത്തിയെങ്കിൽ ഞാൻ വിവാഹം കഴിക്കും. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കളിലേക്ക് വരുന്നതാണ്. അവിടെ നല്ല സംസാരങ്ങളില്ലാത്തതുകൊണ്ടാണ്, നല്ല സ്നേഹപ്രകടനങ്ങളില്ലാത്തതുകൊണ്ടാണ്, പരസ്പരം കേൾവിയും പറച്ചിലും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നല്ല ഒരു സന്ദർഭം അവിടെ നന്മകൾ വിളമ്പാനും നല്ല വാക്കുകൾ പറയാനും പരസ്പരം സ്നേഹം പങ്കിടാനും ഒരു ഉമ്മൻ്റെക്ക് ഇട്ട് കൊടുക്കുക, ഉപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, മക്കൾക്ക് ഇട്ട് കൊടുക്കുക, അതൊരു ഒരു വൈബാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബാക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ നല്ല ഒരു അവസരമായിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും.